ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നെരണിപ്പുഴ പാലത്തിൻ്റെ മേലെയാണ്. ഇന്ന് നെരണിപ്പുഴ പാലത്തിൻ്റെ സൈഡിലുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ നെരണിപ്പുഴ പാലത്തിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ കോൺക്രീറ്റ് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻ്റർലോക്കും കാര്യങ്ങളും ഇട്ട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. രണ്ട് സൈഡിലും ഉണ്ട് ഇതേപോലെ ഇപ്പുറത്തെ സൈഡും ഉണ്ട്. ഒക്കെ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സീറ്റ് ഇപ്പോൾ പാലം മൊത്തം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. വേണ്ട, ഇവിടെയൊക്കെ കോൺക്രീറ്റിൻ്റെ വലിയ ഭിത്തി കെട്ടിയിട്ട് ഇവിടെ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത്. പാലവും വെള്ളവും തമ്മിൽ ഏകദേശം ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത്ര അധികം വെള്ളമാണ് ഇപ്പോൾ നെരണിപ്പുഴയിൽ ഉള്ളത്. ഇനി അപ്പുറത്തെ സൈഡ് വേണ്ട, നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ നെരണിപ്പുഴ പാലത്തിൻ്റെ അവിടെ ഇതേപോലെ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാനുള്ള നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ് നെരണിപ്പുഴ. വേണ്ട, അടിപൊളി രസമുള്ളൊരു കാഴ്ചയാണ് അത്. ഞാനൊക്കെ കുറേ ഇവിടെ ഇരുന്നിട്ട് ചൂണ്ടിട്ടിട്ടുണ്ട്. പാലത്തിൻ്റെ പില്ലർമേ വരെ വെള്ളം മുട്ടിയിട്ടുണ്ട്. ആ ലെവലിലേക്ക് എത്തിക്കുന്ന വെള്ളം ഇത്രയും ഒഴുക്കാണ് ഇപ്പോൾ. വേണ്ട, നമ്മളെ നാടൊക്കെ ഇതേപോലെ വികസിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ്. ഇനി വിഷമകരമായൊരു കാര്യമാണ് കാണാൻ പോകുന്നത്. ആ കാണുന്ന നാട് പത്തിരം ദ്വീപ്. അവിടെ ഇന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. പ്രാവശ്യത്തെ മഴ കൂടുതലായപ്പോൾ അവിടെ വെള്ളം മൊത്തം മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമുക്ക് ഇനി കാണാൻ പോകുന്നത്. ഗൈസ്, ഈ പത്തിരം ദ്വീപിലോട്ട് പോകുന്ന വഴിയാണിത് കേട്ടോ. ഫുള്ള് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. മോട്ടോർ സൈക്കിൾ അങ്ങോട്ട് പോയില്ല, അത്ര അധികം വെള്ളമാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നടന്ന് കാണാം. ഓക്കെ, ആ കാണുന്നതാണ് പത്തിരം ദ്വീപ്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ ഇത് കണ്ട, ഇപ്പം തന്നെ കണ്ടമാനം വെള്ളം നിറഞ്ഞെടുക്കുകയാണ്.
അപ്പോൾ എന്താണ് അവിടം വരെ എത്തും എന്ന് എനിക്കറിയില്ല. എന്നാലും ശ്രമിച്ച് നോക്കാം അവിടുത്തെ കാഴ്ചകൾ കാണാൻ. ഭയങ്കര ദുരിതാവസ്ഥക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ട ഇത്രയധികം വെള്ളം നിൽക്കുകയാണ്. ഇത് ചിലപ്പോൾ വേറെ ഫാമിലിപ്പെട്ട വീട്ടിലേക്കൊക്കെ ഇവർ പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പത്തിരം ദ്വീപ്. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ പത്തിരം ദ്വീപിൽ. ഞാൻ ഉത്സവം കാണാനൊക്കെ വരാറുണ്ട്. കണ്ടോ വെള്ളം, വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല. മോട്ടോർ സൈക്കിളിലൊക്കെ വെള്ളം കയറും, സൈലൻസറിലൊക്കെ വെള്ളം കയറും. ഞങ്ങൾ ഉത്സവം കാണാറുള്ള അമ്പലമാണിത്. കണ്ടോ ഇവിടെ വെച്ചിട്ടാണ് വെടിക്കെട്ടൊക്കെ നടക്കാറ്. ഇവിടെ മൊത്തം ഇപ്പോൾ വെള്ളത്തിലാണ്. ഒട്ടുമിക്ക വീട്ടുകാരും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതാണ് പത്തിരം ദ്വീപിലെ കാഴ്ചകൾ. ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഭയങ്കര ഭാഗ്യവന്മാരാണ്. കണ്ടോ വേറെ ബുദ്ധിമുട്ടായി അനുഭവിക്കേണ്ടവർ. നമ്മൾ വണ്ടി വെച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് കുറച്ച് വെള്ളം കുറവാണ്. ബാക്കി ആ എൻഡിൽ നിന്ന് വരുമ്പോഴൊക്കെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഇവർക്ക്. തെങ്ങിൻ തൈയൊക്കെ മുങ്ങിപ്പോയിക്കണം. അപ്പോൾ ഗെയ്സ് ഞാൻ കാണിച്ചെന്ന നെരണിപ്പുഴ പാലാണ് അത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതാണ് ഈ പത്തിരം. നല്ല ഒരു നേരിയ മഴയാണ്. മഴ കൊള്ളാൻ നല്ല രസമൊക്കെ തന്നെയാണ്, പക്ഷേ പനി പിടിക്കും. നേമംഗലത്തിൽ നിന്നും നെരണിപ്പുഴയിലോട്ട് പോകുന്ന വഴിയിലാണ് ഈ പത്തിരം ദ്വീപ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. പാലത്തിന്മേൽ നിന്നും ചങ്ങരംകുളത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന പത്തിരം ദ്വീപ് കാണാം. അവിടെ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ മഴ പെയ്ത് ഫുള്ള് വീട്ടിലേക്ക് എല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. ചില വീട്ടുകാർ അവരെ ഫാമിലിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ചില വീട്ടുകാർ അവർ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് അവിടെ തന്നെ ജീവിക്കുകയാണ്. അപ്പോൾ ഇതാണ് പത്തിരം ദ്വീപിലെ വിശേഷങ്ങൾ. കണ്ടാ ഫുള്ള് റോഡുമ്മലും ഒക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. ഒരു മോട്ടോർ സൈക്കിൾ പോയി കഴിഞ്ഞാൽ ആ മോട്ടോർ സൈക്കിളിൻ്റെ സൈലൻസറിലൊക്കെ വെള്ളം കയറും. അപ്പോൾ മോട്ടോർ സൈക്കിൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എൻ്റെ മോട്ടോർ സൈക്കിൾ ഞാൻ അവിടെ വെച്ചിട്ടാണ്, കുറച്ച് ദൂരം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവർക്ക് അത്ര അധികം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് അവരവിടെയൊക്കെ ജീവിക്കുന്നത്. വേറെ വഴിയില്ല. അപ്പോൾ ഈ സൈഡിലുള്ളത് പാടശേഖരങ്ങളാണ്. ഇതും പാടശേഖരങ്ങളാണ്. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കൃഷി നടത്തുന്ന സ്ഥലങ്ങളാണ്. ഒരാളെ താഴ്ച എന്തായാലും ഇതുണ്ട്. ഇതുണ്ട ഇതിൽ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളം പോകേണ്ടത്. പക്ഷേ ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞു പോയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ അടിയിൽ കൂടിയാണ് പൈപ്പ് പോയിട്ടുള്ളത്. ചില ആൾക്കാർ എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും ആ ജനിച്ച മണ്ണിൽ നിന്നും അവർ എങ്ങോട്ടും പോകത്തില്ല. അത് അവർ ആ നാടിനോട് അത്ര അധികം
ഇഴുകി ചേർന്നിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവർ എങ്ങോട്ടും പോവാണ്ട് അവിടെ തന്നെ താമസിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.